ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിലുള്ള അവകാശം അനന്തരാവകാശികൾക്ക് സ്വാഭാവികമായി ലഭിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. സ്വത്തിലുള്ള അവകാശം അനന്തരാവകാശികൾക്ക് തന്നെയാണ്. പക്ഷെ അത് സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കണം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിനെ സാധാരണ പറയാറുള്ളത്. ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മരിച്ച വ്യക്തിയുടെ അനന്തരാവകാശികളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതുണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തിയുടെ ഭൂമിയോ മറ്റേതെങ്കിലും വസ്തുക്കളോ അതല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകൾ, പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ വസ്തുവകകളടക്കമുള്ള മുഴുവൻ സ്വത്തുക്കളിലും അനന്തരാവകാശികൾക്ക് അവകാശം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് താലൂക്ക് ഓഫീസുകളിലെ തഹസിൽദാറുകളാണ്. അവർക്ക് നമ്മൾ ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ സൗകര്യം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് തന്നെയാണ് എളുപ്പം. അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, മരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ മരണം നടന്നതിന്റെ 7 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അത് ബന്ധപ്പെട്ട ലോക്കൽ ബോഡി അറിയിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ആ ഡെത്ത് സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡും അവകാശികൾ ആരാണ് എന്ന് കൃത്യമായി സീരിയൽ നമ്പർ ഇട്ട് അവരുടെ പേര് വിവരങ്ങളും വയസ്സും ഷെഡ്യൂൾ ചെയ്ത് അതിനോടൊപ്പം മരിച്ച വ്യക്തിയും അവകാശികളുമായി തമ്മിലുള്ള ബന്ധത്തെ സ്ഥിരീകരിക്കുന്ന റേഷൻ കാർഡിന്റെ കോപ്പിയും അതേപോലെ തന്നെ അവകാശികൾ മുഴുവൻ ആളുകളുടെയും ഐഡന്റിറ്റി പ്രൂഫും കൂടി വെച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടത്. മനസ്സിലാക്കുക, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതികളിലാണ് അവരുടെ അവകാശങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നത്. ആ രീതിയിൽ ഷെയർ ലഭിക്കണമെങ്കിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്.